സ്വർണ്ണത്തളികയിൽ വെച്ച് നീട്ടിയ അവസരം വീണ്ടും തട്ടിത്തെറിപ്പിച്ച സഞ്ജു സാംസൺ. അഫ്ഗാനിസ്ഥാനെതിരായ മൂന്നാം T20-യിൽ ജിതേഷ് ശർമ്മയ്ക്ക് പകരക്കാരനായി ടീമിൽ ഇടം നേടിയ സഞ്ജു ഗോൾഡൻ ഡക്കായാണ് പുറത്തായത്. ഇന്ത്യക്ക് വേണ്ടി അവസാനം കളിച്ച മത്സരത്തിൽ സെഞ്ചുറി നേടിയതിനു ശേഷം തൊട്ടടുത്ത മത്സരത്തിൽ തൻ്റെ കരിയറിൽ നിർണായകമായ ഒരു മത്സരത്തിൽ ഏറ്റവും അശ്രദ്ധമായ ഒരു ഷോട്ടിലൂടെ തൻ്റെ വിക്കറ്റ് നഷ്ടപ്പെടുത്തുന്നു. ഭാഗ്യക്കേടിനപ്പുറം സഞ്ജുവിൻ്റെ വിധി സഞ്ജു തന്നെയാണ് നിർണ്ണയിക്കുന്നത്. പലതവണയായി മാറ്റി നിർത്തപ്പെട്ട ഇന്ത്യൻ ടീമിലേക്ക് ദൈവമായിട്ട് കൊടുത്ത ഒരവസരത്തെ ഇതിലും മോശമായി വിനിയോഗിക്കാൻ മറ്റാർക്കെങ്കിലും സാധിക്കുമോ എന്ന് സംശയമാണ്. 2020 ലോകകപ്പ് പടിവാതിലിൽ എത്തി നിൽക്കെ ടീമിലെ സ്ഥാനത്തിനായി ഓരോ താരങ്ങളും തമ്മിൽ മത്സരം നടക്കുന്ന സാഹചര്യത്തിലാണ് എങ്ങനെ ടീമിൽ നിന്ന് പുറത്താകാം എന്ന സഞ്ജു പരീക്ഷണം നടത്തുന്നത്. തുടരെ വിക്കറ്റുകൾ നഷ്ടമായി ഇന്ത്യ വലിയ പ്രതിസന്ധി നേരിടുമ്പോൾ ക്രീസിലെത്തുന്ന സഞ്ജു ആദ്യം ശ്രമിക്കുന്നത് തൻ്റെ ബാറ്റിലേക്ക് വരുന്ന ബോള് അതിർത്തി കടത്താനാണ്. ഏതു പിച്ചിനും അതിൻ്റേതായ സ്വഭാവമുണ്ട്. ആ സ്വഭാവങ്ങൾക്കനുസൃതമായി കളിക്കുമ്പോഴാണ് ഓരോ താരങ്ങൾക്കും മികച്ച പ്രകടനങ്ങൾ പുറത്തെടുക്കാൻ സാധിക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസം മത്സരം നടന്ന ബംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയം ലോകത്തിലെ തന്നെ ഏറ്റവും വലിപ്പം കുറഞ്ഞ സ്റ്റേഡിയങ്ങളിലൊന്നാണ്. അവിടെ തീർച്ചയായും ഒരു ഭേദപ്പെട്ട പ്രകടനം നടത്താൻ സഞ്ജുവിന് സാധിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായും ഇന്ത്യയുടെ ലോകകപ്പ് പ്ലാനിലേക്ക് സഞ്ജു സാംസണും ഉറപ്പായും കണ്ടേനെ. അത്യന്തം നാടകീയമായ ഒരു മത്സരത്തിനായിരുന്നു ബംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയം ഇക്കഴിഞ്ഞ ദിവസം സാക്ഷ്യം വഹിച്ചത്. ഒരു മത്സരം കാണാനെത്തിയ അവർ 2 സൂപ്പർ ഓവറുകളടക്കം 3 മത്സരങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. ജയിച്ചു എന്നുറപ്പിച്ച മത്സരം കൈവിട്ടു പോകുന്നതും സൂപ്പർ ഓവറുകളിലൂടെ ഭാരതം മത്സരം തിരിച്ചു പിടിക്കുന്നതും അത്യന്തം നാടകീയതയോടെ അവർ നോക്കി നിന്നു. നായകൻ രോഹിത് ശർമ്മയുടെയും റിങ്കു സിംഗിൻ്റെയും ഉജ്ജ്വലമായ പ്രകടനമാണ് ഇന്ത്യയെ മികച്ച സ്കോർ പടുത്തുയർത്താൻ സഹായിച്ചത്. ഇരുവരുടെയും കരുത്തിൽ 20 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 212 റൺസ് അടിച്ചുകൂട്ടി ഇന്ത്യ ജയമുറപ്പിച്ചതാണ്. എന്നാൽ അവസാന ഓവറുകളിൽ അഫ്ഗാനിസ്ഥാന് വേണ്ടി ഗുലാബ്ദീൻ നൈബ് നടത്തിയ വെടിക്കെട്ടാണ് മത്സരം സൂപ്പർ ഓവറിലേക്ക് നീട്ടിയത്. മുകേഷ് കുമാർ എറിഞ്ഞ ഒന്നാമത്തെ സൂപ്പർ ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ അഫ്ഗാനിസ്ഥാൻ നേടിയത് 16 റൺസ്. മറുപടി ബാറ്റിംഗിൽ ഇന്ത്യ 16 റൺസ് നേടിയെങ്കിലും വിജയലക്ഷ്യം ഭേദിക്കാനായില്ല. തുടർന്നാണ് 2ാം സൂപ്പർ ഓവറിലേക്ക് കളി നീളുന്നത്. ഫരീദ് എറിഞ്ഞ ആദ്യ പന്തിൽ തന്നെ രോഹിത് ശർമ്മ 6 നേടി. 2ാം പന്തിൽ 4ഉം 3ാം പന്തിൽ സിംഗിളും. 4ാം പന്തിൽ റിങ്കു സിംഗ് ഔട്ട്. തുടർന്ന് ബാറ്റ് ചെയ്യാനെത്തിയത് സഞ്ജു സാംസൺ. എന്നാൽ ആദ്യ പന്ത് കണക്ട് ചെയ്യാൻ സാധിക്കാതിരുന്ന സഞ്ജു സിംഗിളിനായി ഓടി. എന്നാൽ വിക്കറ്റിലേക്ക് ഓടി കയറാൻ രോഹിത് ശർമ്മയ്ക്ക് സാധിച്ചില്ല. അങ്ങനെ ഇന്ത്യ ഉയർത്തിയത് 2 വിക്കറ്റ് നഷ്ടത്തിൽ 12 റൺസ്. നിർണായകമായ സൂപ്പർ ഓവർ എറിയാൻ രോഹിത് ശർമ്മ നിയോഗിച്ചത് സ്പിന്നർ രവി ബിഷ്ണോയിയെ. എറിഞ്ഞ ആദ്യ പന്തിൽ തന്നെ മുഹമ്മദ് നബി ഔട്ട്. 2ാം പന്തിൽ കരീം ജനത്തിൻ്റെ സിംഗിൾ. തൊട്ടടുത്ത പന്ത് ലോങ് ഓഫിലേക്ക് നീട്ടിയടിച്ച ഗുർബാസിൻ്റെ പ്രതീക്ഷ റിങ്കു സിംഗിൻ്റെ കൈകളിൽ ഒതുങ്ങി. അങ്ങനെ ഉജ്ജ്വലമായ വിജയവും നേടി ഇന്ത്യ 3 മത്സര പരമ്പര സ്വന്തമാക്കി. ഇന്ത്യയോടുള്ള മത്സര പരമ്പര തോറ്റുവെങ്കിലും അഫ്ഗാനിസ്ഥാന് തല ഉയർത്തി തന്നെ മടങ്ങാം. പോരാട്ട വീര്യത്തിൻ്റെ മറ്റൊരു അധ്യായമാണ് ചിന്നസ്വാമിയിൽ അവർ എഴുതി ചേർത്തത്.